നമസ്കാരം. കേറ്ററ്റ് 3യുടെ 12ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. 10 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹാവിംഗ് വെർട്ടിസസ് -1 4 7 4 ആൻഡ് 3 11. 3 വെർട്ടിസസ് ആണ് ഈ തന്നിരിക്കുന്നത്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ വെർട്ടിസസിനെ ഒന്ന് നന്നായിട്ട് നോക്കിയാൽ പെട്ടെന്നൊരു കാര്യം മനസ്സിലാവും. കണ്ടോ, ഈ 2 പോയിന്റുകളെ ചേർത്ത് വരക്കുന്ന വര എക്സ് ആക്സിസിന് പാരലലാണ്. കാരണം രണ്ടിൻ്റെ y കോർഡിനേറ്റ് 4 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ബേസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് മോഡ് 7 -1, അതായത് 8. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല അവിടെ. ബേസ് ഈസ് ഈക്വൽ ടു 8. 7 -1, -1 നിന്ന് 7ലേക്കുള്ള മാറ്റം. എക്സ് കോർഡിനേറ്റ് -1 നിന്നും 7ലേക്ക് മാറുന്നു. എക്സ് ആക്സിസിന് പാരലാണ് ആ ചേഞ്ച്, ആയാണ് ആ ചേഞ്ച്. ദെർഫോർ ദാറ്റ് ബേസ് ലൈൻ ഈസ് 8. ആൻഡ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 11 -4 ആണ്. അതായത് തേർഡ് വെർട്ടെക്സിൻ്റെ y കോർഡിനേറ്റ് 11 ആണ്. താഴെ ആ ബേസ് ലൈനിൻ്റെ y പോയിൻറ്റ്സിൻ്റെ y കോർഡിനേറ്റ് 4 ആണ്. അപ്പോൾ 4ൽ നിന്നും 11ലേക്കുള്ള മാറ്റമാണ് y കോർഡിനേറ്റിൻ്റെ മാറ്റം. ദാറ്റ് ഈസ് 7 എന്ന് കിട്ടുന്നു. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ബേസ്, അത് 8 ആണ്, ഇത് 7 ആണ്. അപ്പോൾ നമുക്ക് 28 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആ വെർട്ടിസസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നമുക്കിത് പറയാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കാൽക്കുലേഷൻ, ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടിസസും ട്രയാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫോർമുല ഒന്നും ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 10 cm³. ഒരു സ്ക്വയർ പിരമിഡ്, അതിൻ്റെ വോളിയം, സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണൊരു സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത്, ഏതാണ്ട് ഈ ആകൃതിയാണ്. ഓക്കെ, ഈ സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം 10 ആണ്. ഇതിൻ്റെ വോളിയം 10 ആണ്. വേറൊരു സ്ക്വയർ പിരമിഡ് ഉണ്ട്, അതിൻ്റെ ബേസ് ബിക്കം 2 times, ഇതിൻ്റെ ഇരട്ടിയാണ് അതിൻ്റെ ബേസ്. ഹൈറ്റ് 2 times, ഇതിൻ്റെ ഹൈറ്റിൻ്റെ ഇരട്ടിയാണ്. പുതിയ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട്, ബേസ് ഡബിൾ ആവുന്നു, ഹൈറ്റ് ഡബിൾ ആവുന്നു. ഈ സോളിഡിനെ ഒന്ന് വലുതാക്കുകയാണ്, ബേസ് ഡബിൾ ആവുന്നു, ഹൈറ്റ് ഡബിൾ ആവുന്നു. അപ്പോൾ വോളിയം ഇസ് ഈക്വൽ ടു 1/3 ഓഫ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അത്രയൊന്നും ചിന്തിക്കണ്ട, നമുക്ക് ഏരിയയുടെ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. ഇവിടെ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് വോളിയം ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ബേസ് എഡ്ജ് ഈസ് പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ബേസ് എഡ്ജ്, ഓക്കെ, ആൻഡ് ഹൈറ്റ് വിത്ത് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/3. പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 1/3 ആണ്, അത് അവിടെ നിൽക്കട്ടെ. 1/3 ആണ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. സ്ക്വയർ, ബേസ് എഡ്ജിൻ്റെ സ്ക്വയർ, ഹൈറ്റ്. അപ്പോൾ ബേസ് എഡ്ജ് 2 times ആവുന്നു, ഹൈറ്റ് 2 times ആവുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എത്രയാണ്? 4 times ആണ് വോളിയം വർധനവുണ്ടാവുന്നത്. ബേസ് എഡ്ജ് 2 times ആവുമ്പോൾ അതിൻ്റെ ബേസ് ഏരിയ 4 times ആവും,
ഹൈറ്റ് 2 ടൈംസ് ആകുമ്പോൾ അവിടെയും 2 മടങ്ങാവും. അപ്പോൾ യഥാർത്ഥത്തിൽ 8 മടങ്ങാണ്, 4 മടങ്ങല്ല, 8 മടങ്ങാണ്. കാരണം ബേസ് എഡ്ജ് 2 ടൈംസ് ആവുന്നു. 8 മടങ്ങാണ് വോളിയം ആവുന്നത്. അങ്ങനെയാണെങ്കിൽ 10 നിന്ന് 80 മാറുന്നു വോളിയം. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ 3x plus 2y is equal to 6 and coordinate axis encloses a triangle having area. അതായത് ഈ വരയും പിന്നെ എക്സ് ആക്സിസും പിന്നെ വൈ ആക്സിസും ചേർന്നുണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ വരയെ ഒന്ന് നോക്കൂ. നമുക്ക് ഈ വരയെ എക്സ് ആക്സിസും വൈ ആക്സിസും ഈ വരയും കൂടി ചേർന്നുണ്ടാവുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ. അപ്പോൾ ഈ വരയെ നമുക്ക് 3x plus 2y is equal to 6 എന്നുള്ളത് 3x plus 2y by 6 is equal to 1. That is x by 2 plus y by 3 is equal to 1. ഇത് intersect form of the straight line. ആ പേര് ഹയർ സെക്കൻഡറി ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എന്നാലും നമുക്കറിയാം ഇതിൻ്റെ ഗ്രാഫ് ഏതാണ്ട് ഇതുപോലെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് എക്സ് ഇൻ്റർസെപ്റ്റ് 2, ഈ ഡിസ്റ്റൻസ് ആണ് വൈ ഇൻ്റർസെപ്റ്റ് 3. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ട്രയാങ്കിൾ ഇതാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏരിയ എന്തായിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 3 എന്ന ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സെമി സർക്കിൾ. പി ക്യു ഈസ് പാരലൽ ടു എ ബി. പി ക്യു ഈസ് പാരലൽ ടു എ ബി. പിന്നെ ഇവിടെ ഈ ഡിസ്റ്റൻസ് ക്യു ബി എന്ന് പറയുന്നത് അത് 2 ആണെന്നും തന്നിട്ടുണ്ട്. എ ബി പി ക്യൂവും പാരലലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇതിങ്ങനെ കാണണമെന്നില്ല, ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പി എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്ന് മനസ്സിൽ കണ്ടു. ദിസ് വിൽ ബി 8 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ സെമി സർക്കിളാണ്, ഇത് ഡയമീറ്റർ ആണ്, ഇത് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസിക്കൽ പി ക്യു സ്ക്വയർ എന്ന് പറയുന്ന സർക്കിൾ റിലേഷൻ ഉണ്ടല്ലോ, ആ സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന പി എ ഇൻറ്റു പി ബി ഇസിക്കൽ പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി ക്യു സ്ക്വയർ അനുസരിച്ച് എക്സ് ഇൻറ്റു 8 മൈനസ് എക്സ് ഇസിക്കൽ ടു 2 പി ക്യു സ്ക്വയർ. പി ക്യു സ്ക്വയർ ഇവിടെ ഇതാണ്. ബി ക്യു ആണ് 2 എന്ന് പറയുന്നത്, ബി ക്യു ആണ് 2 എന്ന് പറയുന്നത്, പി ക്യു സ്ക്വയർ. അങ്ങനെ ഒരു റിലേഷൻ എഴുതാം. പിന്നെ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിൾ അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ. അതായത് പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർഡ്. 2 സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർ, ഹൈപ്പോട്ടൻസ് 2 ആണ്. 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിൻ്റെ അർത്ഥം എക്സ് ഇൻറ്റു 8 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയാം. 8x മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 മൈനസ് എക്സ് സ്ക്വയർഡ്, ക്യാൻസലിങ്. 8x ഇസ് ഈക്വൽ ടു 4, എക്സ് ഇസ് ഈക്വൽ ടു 1/2. ഈ എക്സ് 1/2 ആണ്. നമ്മൾ ഇങ്ങനെയും ഒന്ന് കണ്ടാൽ ഇവിടുത്തെ ഈ എക്സും ഈ ലെങ്ത്തും ഇതല്ല, ഈ റൈറ്റ് ട്രയാങ്കിൾ കണ്ടാൽ ഇതും 1/2 ആണ്.
അപ്പോൾ ഇവിടുത്തെ ഈ ഗ്യാപ്പ് 7 ആയിരിക്കും. ഈ 7 തന്നെയാണ് ഇവിടുത്തെ ഡിസ്റ്റൻസായ 7. അപ്പോൾ ദിസ് ഈസ് 7 സെൻറ്റിമീറ്റർ. ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ഒരു ക്യൂബ്, ആ ക്യൂബിൻ്റെ ഓളിയവും സർഫസ് ഏരിയയും ടോട്ടൽ ലെങ്ത് ഓഫ് ദ എഡ്ജസ് ആൻഡ് നമ്പർ ഓഫ് കോർണേഴ്സ്, 4 കാര്യങ്ങളാണ്. ഓളിയം, സർഫസ് ഏരിയ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ എഡ്ജസ് ആൻഡ് നമ്പർ ഓഫ് കോർണേഴ്സ്. ഓളിയം, സർഫസ് ഏരിയ, ടോട്ടൽ ലെങ്ത് ഓഫ് എഡ്ജസ് ആൻഡ് നമ്പർ ഓഫ് കോർണേഴ്സ് ഓഫ് എ ക്യൂബ്. അതിൻ്റെ സം 216 അങ്ങനെയാണെങ്കിൽ ആ എഡ്ജിൻ്റെ നീളം എത്രയാണെന്നാണ്. അപ്പോൾ എഡ്ജിൻ്റെ നീളം എക്സ് ആണെങ്കിൽ എക്സ് ക്യൂബ്ഡ് ഓളിയം, 6x² സർഫസ് ഏരിയ, 8x എക്സ് കണ്ടോ, 8x നമ്പർ ഓഫ് കോർണേഴ്സ്, നമ്പർ ഓഫ് ലെങ്ത് ഓഫ് എഡ്ജസ്. ലെങ്ത് ഓഫ് എഡ്ജസ് ആണ് 12x. ഇങ്ങനെ ഓക്കെ. സർഫസ് ഏരിയ പ്ലസ് ഒരു എഡ്ജിന് എക്സ് ആണെങ്കിൽ 12x പ്ലസ് നമ്പർ ഓഫ് കോർണേഴ്സ് എഡ്ജസ് വെർട്ടിസസ് അത് 8 ആണ്. ഇത്രയും ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 216. എക്സ് ക്യൂബ്ഡ് ഓളിയം 6x², ടോട്ടൽ സർഫസ് ഏരിയ 12x, ടോട്ടൽ ലെങ്ത് ഓഫ് ദ എഡ്ജസ് 12 എഡ്ജസ് ഉണ്ട്, ഒരു എഡ്ജിൻ്റെ നീളം എക്സ് പ്ലസ് 8 ദിസ് വൺ. ഇതെന്താണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ ഇത് x+2 ഓൾ ക്യൂബ്ഡ് ആണ് യഥാർത്ഥത്തിൽ. ഈ ഇത്രയും ഭാഗം ഈ 216 ആണെങ്കിൽ 6 ക്യൂബ്ഡുമാണ്. അതായത് x+2 = 6, x = 4 എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനായിട്ട് ഇത് കണക്കാക്കാതിന്. പോളിനോമിയലും സർഫസ് ഏരിയയും സോളിഡും ഒക്കെ ആയിട്ട് ചേർത്ത് വെച്ചുകൊണ്ടുള്ളൊരു ചിന്ത. അടുത്തത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എ ആണ്. ഇനി അതിനുള്ളിൽ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ടാക്കണേണ്. ദാറ്റ് ന്യൂ ട്രയാങ്കിൾ ഈസ് ഫോംഡ് ബൈ ജോയിനിങ് 2 വെർട്ടീസസ് ആൻഡ് സെൻട്രോയിഡ്. 2 വെർട്ടീസസും, ഇതൊരു ട്രയാങ്കിളാണ്. ഇവിടെയാണ് സെൻട്രോയിഡ്. സെൻട്രോയിഡിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, ഇത് മീഡിയനാണ്. സെൻട്രോയിഡ് 2:1 എന്ന റേഷ്യോയിലാണ് ഈ സെൻട്രോയിഡ് മീഡിയനെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. കണ്ടോ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ബി ആണ് എങ്കിൽ എയും ബിയും തമ്മിലുള്ള ബന്ധമാണ് ചോദിക്കുന്നത്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ദിസ് ഈസ് ദ സെൻട്രോയിഡ് ജി. കണ്ടോ, A is the total area of the triangle, outer triangle, and this shaded triangle is formed by joining 2 vertices and centroid. എന്താണ് ഇവിടുത്തെ ബന്ധം എന്നുള്ളതാണ്. അത് ഒരു കാര്യം നമുക്കറിയാം, സെൻട്രോയിഡ് ട്രയാങ്കിളിനെ ഈക്വൽ ഏരിയയുള്ള 3 ട്രയാങ്കിളായിട്ട് മാറ്റും എന്ന ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ട്. അല്ലാതെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 1:2 ആണ്. ഈ ട്രയാങ്കിളും ഈ വരക്കുന്ന ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഉണ്ടോ, ഇവ സെയിം ഹൈറ്റ് ഉള്ളതാണ്. ദി വെർട്ടെക്സ് രണ്ടും സെയിം ആണല്ലോ. ഈ ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. അതായത് 2:1 ആണ്. ഓക്കെ, അതായത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ 2 ടൈംസ് ആണ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. എ ബി സി ഡി ജി എന്നൊക്കെ എടുത്ത് ട്രയാങ്കിൾ എ ബി സി ഹാസ് ഏരിയ 2 ടൈംസ് ട്രയാങ്കിൾ
ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ BGD. അതുപോലെ ഇപ്പുറത്തും ഇതുപോലെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ താഴെയുള്ള ഈ അപ്പം അങ്ങനെ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇവ തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. ഏരിയകൾ തമ്മിൽ ഇവ തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. അതിൻ്റെ അർത്ഥം ട്രയാങ്കിൾ GBC ഹാസ് ഏരിയ 3 times 1/3 of the area of triangle A. Area A, that is area A is equal to 3 times B. ബിയുടെ ഈ ഭാഗത്തിൻ്റെ ഏരിയയുടെ 3 മടങ്ങാണ് വലിയ ട്രയാങ്കിളിൻ്റെ ABC എന്ന വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയായ A എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത് 15 കൊല്ലം മുൻപ് ഒരാളുടെ ഉണ്ടായിരുന്ന പ്രായത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും 15 വർഷത്തിന് ശേഷം അയാളുടെ പ്രായം. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന യൂണിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ടാണ് അതിന് കണക്ഷൻ ഉള്ളത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒന്നും ഫോം ചെയ്യാതെ ഈ ചോദ്യത്തിന് ഉത്തരവിടാം. 15 ഇയേഴ്സിന് മുൻപ് ഒരാൾക്കുണ്ടായിരുന്ന പ്രായത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും അയാൾക്ക് ആഫ്റ്റർ 15 ഇയേഴ്സ്. എ മാൻസ് ഏജ് after 15 years will be square of his age before 15 years. And what is his present age? And we think there is a gap between these two ages places. അതായത് ഇപ്പോഴുള്ള ഏജ് 15 കൊല്ലം മുൻപ് ആൻഡ് 15 കൊല്ലത്തിന് ശേഷം. Therefore there is a gap of 30. And above 30 there are many perfect squares. But the nearest perfect square is 36. Is the square of എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം 36 വെച്ചൊന്ന് ചിന്തിച്ചാൽ 36 ആണ് 15 കൊല്ലത്തിന് ശേഷം ഉള്ള ആ പെർഫെക്റ്റ് സ്ക്വയർ 36 ആണെങ്കിൽ 36ൽ നിന്ന് പുറകോട്ട് 15 പോന്നാൽ 21 ആവും. ഇവിടെ നിന്ന് 15 പോന്നാൽ 6 ആവും. ഈ 6ൻ്റെ സ്ക്വയറാണ് 36 എന്ന് കാണാം. അതിൻ്റെ അർത്ഥം പ്രസൻറ്റ് ഏജ് 21 ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രസൻറ്റ് ഏജ് എക്സ് മൈനസ് 15 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 15 എന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സ് കാണാം. 2 എക്സുകൾ കിട്ടും. ഒന്ന് എക്സ് ഇസ് ഈക്വൽ ടു 21 എന്നും കിട്ടും, മറ്റൊരു എക്സ് ഇസ് ഈക്വൽ ടു 10 എന്നും കിട്ടും. 10 ഇവിടെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം 15 കൊല്ലം മുമ്പ് ഒരു ഏജ് ഉണ്ടാവില്ലല്ലോ. ഇപ്പോഴത്തെ ഏജ് 10 ആണെങ്കിൽ. അപ്പോൾ അക്സെപ്റ്റബിൾ വാല്യൂ ഇസ് 21. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു മനക്കണക്കായിട്ട് ഇങ്ങനെ കാണാം. ആ ഗ്യാപ്പ് 30 വർഷത്തെ ഗ്യാപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് 21 എന്നുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. The teacher explained the construction of 22.5 degree as a pure construction. കോമ്പസസ് സ്കെയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉള്ള പ്യുവർ കൺസ്ട്രക്ഷനെ കുറിച്ച് നമുക്കറിയാം. ശുദ്ധ ജാമതീയ നിർമ്മിതി. ഇപ്പോൾ ടീച്ചർ അങ്ങനെയാണ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് ഷീ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു കൺസ്ട്രക്ട് 15 degree ആസ് ഡിസ്കസ്ഡ് ഇൻ ദ ക്ലാസ്. 22.5 ഡിഗ്രി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് ടീച്ചർ പറഞ്ഞു. എങ്ങനെയാണ് 22.5 ഡിഗ്രി ഒരു കോമ്പസ് സ്കെയിൽ മെത്തേഡിൽ റൂളർ മെത്തേഡിൽ കോമ്പസും റൂളറും ഉപയോഗിച്ചുള്ള മെത്തേഡിൽ 22.5 ഡിഗ്രി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്ന് ടീച്ചർ പറഞ്ഞു. അതിപ്പോൾ 90 ഡിഗ്രിയെ ബൈസെക്റ്റ് ചെയ്ത് 45 ആക്കി, 45 ഒന്നുകൂടി ബൈസെക്റ്റ് ചെയ്ത് 22.5 ആക്കി. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി 15 ഡിഗ്രി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമെന്നാണ് ടീച്ചർ ചോദിച്ചത്. ദിസ് റിഫ്ലക്ട്സ് ടീച്ചേഴ്സ് ഇൻറ്റൻഷൻ. അവിടെ ആ ടീച്ചറിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? കുട്ടിയുടെ പെർഫോമൻസ് നോക്കൽ ഉണ്ടോ? ഇത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ടീച്ചർ, പ്രാക്ടീസിങ് ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനും ഇടവരില്ല. ഇതാണ് ടീച്ചറിൻ്റെ എബിലിറ്റി. അല്ലെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ ടെറ്റ് പരീക്ഷയ്ക്ക് എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു സംശയത്തിൻ്റെ കാര്യമില്ല. ആ സെൻറ്റൻസ് വ്യക്തമാണത്. അടുത്തത്, ഇതിൻ്റെ സിംപ്ലിഫൈഡ് ഫോം എന്താണ്? 1/5 ആണ് മാർക്ക് ചെയ്തിരിക്കുന്ന ആൻസർ. അത് മുകളിലുള്ളത് നോക്കിയാൽ മതിയല്ല.
2 square minus 1, that is 2 minus 1 into 2 plus 1. അപ്പോൾ 3, 2 minus 1 is 3, 2 plus 1 is 3 into 1 into, that is 3 square minus 1, that is 3 square minus 1 square എന്ന് കാണാം. അപ്പോൾ 4 into 2, 5 into 3 അല്ലേ, 4 minus 5, 4 plus 5, 4 plus 1 5, 4 minus 1 3 into എന്താണ് 6 into 4 divided by 2 into 3 square into 4 squared into 5 squared into 6. സിംപ്ലിഫൈ ചെയ്യാം, ഈ ആൻസറിലേക്ക് കൃത്യമായിട്ട് വന്നോളൂ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം. 2 squares are drawn as in the figure. Square of the outer side of the outer square. Outer square side, വലിയ സ്ക്വയറിന്റെ സൈഡ് is 2 times twice the side of the inner square. A fine dot is placed into the figure without looking. നോക്കാതെ ഒരു കുത്തിടുന്നു. What is the probability of falling the dot in the shade? ഈ കുത്ത് ഷെയ്ഡ് ഇല്ലാത്ത ഭാഗത്ത് വീഴാനുള്ള സാധ്യത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഷെയ്ഡ് വീഴാത്ത ഭാഗത്ത്, ഷെയ്ഡിട്ട ഭാഗത്ത് ആ കുത്ത് വീഴാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ഒന്ന് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, ഈ ചെറിയ സ്ക്വയറിൻ്റെ ഇരട്ടിയാണ് വലിയ സ്ക്വയറിൻ്റെ സൈഡ്. അതിൻ്റെ അർത്ഥം ഏരിയ, ചെറിയ സ്ക്വയറിൻ്റെ ഏരിയയുടെ 4 മടങ്ങാണ് വലിയ സ്ക്വയറിൻ്റെ ഏരിയ. സ്ക്വയർ ഓഫ് സൈഡ്, ചെറിയ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ 4 മടങ്ങ്, സൈഡിൻ്റെ 2 മടങ്ങാണ് വലിയ സ്ക്വയറിൻ്റെ സൈഡ്. ചെറിയ സ്ക്വയറിൻ്റെ ഏരിയയുടെ 4 മടങ്ങാണ് വലിയ സ്ക്വയറിൻ്റെ സൈഡ്. അങ്ങനെയാണെങ്കിൽ ആ വലിയ സ്ക്വയറിൻ്റെ സൈഡിൽ നിന്ന്, ചെറിയ ഏരിയയിൽ നിന്ന് ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ബാക്കി ഭാഗത്തിൻ്റെ, ആ വലുതിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ചെറുതിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ബാക്കി ഔട്ടർ റേഞ്ച് ഉണ്ട്, ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഏരിയ എന്താണ്? 3/4 ഓഫ് ദ ഏരിയ ഓഫ് ഔട്ടർ സ്ക്വയർ. 3/4 ഓഫ് ദി ഏരിയ ഓഫ് ഔട്ടർ സ്ക്വയർ. എന്നാൽ അതിൻ്റെയും കൂടി പകുതിയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി പകുതിയാക്കിയാൽ ഇതെന്താവും? ആൻസർ 3/8 ആവും. ഇങ്ങനെ ഒരു കാഴ്ച മാത്രം മതി ഒരു ടെറ്റ് പരീക്ഷയ്ക്ക് ഇതെഴുതാനായിട്ട്. 10ാം ക്ലാസ്സിലെ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണത്. 3/8 എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയും ആണ് ഈ ക്ലാസ്സിൽ, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.